ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാസി ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് തന്നെയായിരുന്നു മലയാള സിനിമയിൽ 2004 ഫോർ ദ പീപ്പിൾ എന്ന ഫിലിമിലൂടെ നമുക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ സമ്മാനിച്ച നമ്മുടെ സ്വന്തം ജാസി ഗിഫ്റ്റ്. അതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര രസം പിടിച്ചത് യുവാക്കളുടെ തരംഗമായി മാറിയ ഫിലിം തരംഗം തന്നെയായിരുന്നു ജയറാജ് സംവിധാനം ചെയ്ത ഫോർ ദ പീപ്പിൾ. മെയിനായിട്ടുള്ള കാരണങ്ങളിൽ പാട്ട് തന്നെയാണ്. പിന്നെ ഡിഫറെൻറ്റ് കണ്ടന്റ് വെച്ചിട്ട് കൊണ്ടുവന്നൊരു ഫിലിമായിരുന്നു. പടവും ഭയങ്കര സക്സസ് മൂവി ആയിരുന്നു. ചെറിയൊരു കാസ്റ്റിലും അതുപോലെ തന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ എടുത്ത് കഴിഞ്ഞ് ഗംഭീര ഒരു സംഭവം. അതിൽ പാട്ടുകൾ എല്ലാവരും ഏറ്റെടുത്താണ്. ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അവിടെ എല്ലാ പ്രോഗ്രാം നടക്കുമ്പോഴായാലും ഈ പാട്ടാണ്. എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ഈ പാട്ടാണ് ജാസി ഗിഫ്റ്റ്. അതിനെതിരെ ആൾ കുറേ അപമാനങ്ങളും കുറേ ഇതൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം സിനിമയുടെ പാട്ടുകൾ അപമാനിക്കുന്നു, സംഗീതത്തെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മറ്റാളുകളില്ലേ അവരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പക്ഷെ ഇതൊരു ട്രെൻഡ് തന്നെയാണ്. ഇയാള് മിഴിമുന കൊണ്ടെൻ്റെ നെഞ്ചിലൊരു ബല്ലേ ബെൽ പാട്ട് ഹിറ്റായത് ഏതാ? ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. അതൊക്കെ മലയാളികളെ ഏറ്റു പാടിയ പാട്ടുകളാണ്. അതിനുശേഷം വന്നത് 2 പടത്തിലൊക്കെ ആടി ട്രെൻഡ് പോലത്തെ പാട്ടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പാടി മലയാളികളുടെ ഇടയിൽ ഒരു നല്ല സ്ഥാനം പിടിച്ചു പറ്റിയ സമയം തന്നെയായിരുന്നു. അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പാട്ട്. പിന്നെ മറ്റേ കാറ്റിൻ്റെ മാടിക്കാറ്റ്, അങ്ങനെ കുറേ പാട്ടുകളുണ്ട് ആ രീതിയിലുള്ള പാടി. നമ്മുടെ തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ ജനിച്ച പാഷനായിട്ട് ഈ ഫീൽഡിൽ വന്ന ഒരാളാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറി വന്ന് ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്തതിലൊക്കെ സംഗീതം ചെയ്തിട്ടാണ് ആൾ ഫോർ ദ പീപ്പിളിൽ എത്തുന്നത്. ഫോർ ദ പീപ്പിൾ ഹിറ്റായതോടുകൂടി ഗംഭീര സംഭവമാണ്. പക്ഷെ ആളിൽ നിന്ന് സംഭവിച്ച നല്ല ക്ലാസ് സോങ്സുകളുണ്ട്. നമ്മൾ ഈ പാട്ട് മാത്രമല്ല ആളെയും സംഭവിച്ചിട്ടുണ്ട്. മറ്റേ ഈ പാട്ട് ഒരു 100 ആശകൾ, ആ പാട്ട്. പിന്നെ തൂവന്നുഷസ്സിൽ ആനില്ല, പിന്നെ അഴകാലിലെ മഞ്ഞച്ചെരടിയിലെ പൂത്താലി, ഇതൊക്കെ ആളെ സംഭവിച്ചുള്ള സോങ്ങുകളാണ്. അപ്പോൾ ഈ കലാകാരൻ വെച്ച് ഗംഭീര സംഭവം. ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്ന ലജ്ജാവതി മിഴിമുന കൊണ്ട് തന്നെ ബെല്ലേയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് ഡേയോടനുബന്ധിച്ച് ജാസി സാറിനെ അവിടെ ഗസ്റ്റായിട്ട് വിളിക്കുന്നുണ്ടായി. ജാസി ഗിഫ്റ്റ് ഗസ്റ്റായിട്ട് വിളിക്കുന്നുണ്ടായി. അപ്പോൾ അതിനെതിരെ ഒരുപാട് പുസ്തകങ്ങൾ ആൾ അപമാനിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രചരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറേ പേര് ആളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കലൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്നലത്തെ ഒരു ആളുടെ കോളേജ് പ്രിൻസിപ്പാളായ ബിനുജ ജോസഫിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. ആൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. ആദ്യമായിട്ട് പറയുന്നു, ജാസി ഗിഫ്റ്റ് എന്നൊരു മ്യൂസിഷ്യനെ, ഒരു പാട്ടുകാരനെ നമ്മളൊരു പരിപാടിക്ക് വിളിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ആള് വരുന്നു, പാടുമ്പോൾ തകർക്കും. നമ്മൾ ഓരോരുത്തരെ വിളിക്കുമ്പോൾ ഒരു ഇതില്ല. ജാസി ഗിഫ്റ്റിന് സോങ് ആണെങ്കിൽ അവിടെ ആഘോഷം തന്നെയായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ മനസ്സിൽ കാണും. പക്ഷേ കോളേജിനെ സംബന്ധിച്ച് 2015 ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓപ്പൺ സ്റ്റേജിൽ പരിപാടി പാടുള്ളൂ, പിന്നെ മ്യൂസിക് DJ അങ്ങനത്തെ പരിപാടികളൊന്നും പാടില്ല. പിന്നെ ഇപ്പോൾ അടുത്ത് തന്നെ നമുക്ക് അറിയാം, എറണാകുളത്തുണ്ടായ സംഭവം അറിയാം, കുസാറ്റുണ്ടായ സംഭവം അറിയാം. അതുപോലെ തന്നെ കാലടിയിൽ 2 വിഷയങ്ങളൊക്കെ ആയിട്ട് പരിപാടി ഒഴിവാക്കേണ്ടി വന്നു പോലീസൊക്കെ വന്നിട്ട്. അപ്പോൾ ഒരുപാഡ് പ്രശ്നങ്ങളുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ സിംഗിൾ പെർഫോമൻസ് പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ 2 പേരും കൂടി പാടുന്നതൊക്കെ ചില വിഷയങ്ങൾ കാരണം. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കേട്ട സമയത്ത് കോളേജ് പ്രിൻസിപ്പാളുടെ ഫുൾ റിസ്കിലായി ഈ പരിപാടി. പോലീസിലെ സാക്ഷൻ എടുക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ സമയത്ത് അവർ പിന്മാറുന്നു. ടീച്ചർ റിസ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്തു എന്നൊക്കെ പറയുന്നു. കുട്ടികൾ ജാസ്തി ശരിക്ക് കുട്ടികളായിട്ട് സംസാരിച്ചിരുന്ന 2 പേരുണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവർ ടീച്ചറായിട്ട് അത് പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. ജാസി ഗിഫ്റ്റ് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പരിപാടി 2 ആൾ പെർഫോം ചെയ്യുന്നതിൽ പ്രിൻസിപ്പാൾ കയറിയിട്ട് മൈക്ക് വാങ്ങിക്കലൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ഭയങ്കര ഇൻസൾട്ടായി. അവിടെ കുട്ടികൾ അറിയാലോ, കോളേജാണ്. പിന്നെ അങ്ങനെ ആളുടെ പെർഫോമൻസ്, ഒരു പാട്ട് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ആവേശം കൂടി ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രതികരണമായിട്ട് വന്നിരുന്നു. പക്ഷേ ആൾ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രിൻസിപ്പാൾ എന്ന രീതിയിൽ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. മറ്റ് ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്നും കുട്ടികൾ ഇത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉത്തരവാദിത്ത ടീച്ചറെ കാണും. പിന്നെ ഇപ്പോൾ റൂൾസ് നിയമങ്ങൾ നടക്കുന്നുണ്ട്. കുസാറ്റിലും കാലടിയിലൊക്കെ ഉണ്ടായ വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് കാലടിയിലൊക്കെ ശങ്കരാചാര്യയിൽ പോലീസ് വന്ന് തടയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രിൻസിപ്പാളെ സംബന്ധിച്ച് അത് കറക്റ്റായ കാര്യങ്ങളാണ്. കാരണം ഇത്രയും കുട്ടികളുണ്ട്, ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുമ്പോൾ കോളേജ് ഡേ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുക, ആവേശം ആണ് എല്ലാം. അപ്പോൾ അവിടെയാണ് ഈ ടീച്ചർ മൈക്കിൽ കയറി വന്നിട്ട് മൈക്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ് 2 പേര് പെർഫോം ചെയ്യാൻ പാടില്ല വ്യക്തമായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ആൾ കേൾക്കുന്നുണ്ട്, ആളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് പറയുന്നു. പക്ഷേ ഒരു പ്രിൻസിപ്പാൾ എന്ന നിലയ്ക്ക് ജാസി ഗിഫ്റ്റിൻ്റെ പരിപാടി കോളേജ് യൂണിയനിലെ സ്റ്റുഡൻസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ചോദിക്കേണ്ടത് ഹൈഡി എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ഏറെക്കുറെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജാസി ഗിഫ്റ്റിൻ്റെ പരിപാടി നടക്കുന്ന സമയത്ത് നമ്മളെന്താ പ്രതീക്ഷിക്കാൻ? ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൾ 5 പാട്ട് പാടുന്ന പറഞ്ഞിട്ട് 2 ആളായിട്ട് പെർഫോം ചെയ്തു കൊണ്ടാണ് ടീച്ചർ മൈക്ക് വാങ്ങിക്കാൻ കാരണം.
പക്ഷെ ഓട്ടോമാറ്റിക്കലി അപ്പം തന്നെ ചിന്തിക്കാറുണ്ട് ജാസി ഗിഫ്റ്റിൻ്റെ പ്രോഗ്രാമാണ് എന്നുള്ളത്. നമുക്ക് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു ടീച്ചറുമായി സ്റ്റുഡൻസ് ടീച്ചേഴ്സായിട്ട് ഒന്നും കമ്മ്യൂണിക്കേറ്റ്, പക്ഷേ ഇവർക്ക് ചെയ്യാമായിരുന്നു. ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്ന സമയത്ത് കോളേജിൻ്റെ ജാസി ഗിഫ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇവർ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർക്കും ഉണ്ടാവല്ലോ. അപ്പോൾ അവരെന്തായാലും അത് അപമാനിക്കപ്പെടുക തന്നെയുണ്ട്. കാരണം സ്റ്റേജിൽ അവർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇവർ കുട്ടികളൊക്കെ ഓടിയിട്ട് ബഹളം വെക്കുകയും ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതിനെതിരെ ടീച്ചർ റിഗ്രറ്റ് ചെയ്ത് മാപ്പ് പറയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കൂടി അതൊരു അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ കുറേ ശരികളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു കലാകാരൻ സ്റ്റേജിൽ നിന്നിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് അനുഭവം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വലിയൊരു നാണക്കേട് പോലെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോൾ അതായിട്ടൊന്ന് പ്രതികരിക്കാൻ തോന്നി. ടീച്ചർമാർ പ്രത്യേകിച്ച് ഒരു പ്രിൻസിപ്പാളൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോസിറ്റീവായിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാമിന് തലേദിവസം പോലീസ് കൈ ഒഴിഞ്ഞിട്ട് വരെ ടീച്ചർ റിസ്കിൽ ചെയ്യണേ ചെയ്തുകൊണ്ടാണ്, അതൊക്കെ ടീച്ചർ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. പക്ഷെ അപ്പോൾ ആ സമയത്തേക്ക് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു ജാസി ഗിഫ്റ്റൊക്കെ ആയിട്ട്. ഇങ്ങനെയാണ് പരിപാടി, ഇങ്ങനെ പോലീസ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണെങ്കിൽ പരിപാടി നടത്താൻ പാടില്ല, രണ്ടുപേരും പെർഫോം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ റിസ്കിൽ നടത്തുമ്പോൾ വ്യക്തമായിട്ട് എന്താണ് കുട്ടികൾ പറഞ്ഞുള്ളതെന്ന് ചോദിക്കാമായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തും പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തും ഈ കമ്മിറ്റിയുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്, പിന്നെ കുട്ടികളുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു കലാകാരൻ അപമാനിക്കപ്പെടുക തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വ്യക്തമായിട്ട് ടീച്ചർ പറഞ്ഞു, ഇനി ഇപ്പോഴാണെന്ന് എൻ്റെ ഷോക്ക് മാറി ഞാൻ പ്രതികരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നാളെ ലൈവല്ല, പക്ഷെ അതൊക്കെ കാണുന്ന ആളെ സംബന്ധിച്ച് അതിൽ ഒരുപാട് വിഷമം ഉണ്ടാവും. അപ്പോൾ ഒരു മാപ്പ് പറച്ചിൽ മാനേജ്മെൻറ്റ് ലെവലിലായാലും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തായാലും ചെയ്തിട്ടുണ്ട് ആൾ, നല്ലൊരു കാര്യം തന്നെ തോന്നി. പക്ഷെ രണ്ട് ഭാഗത്തും ഒരുപാട് ശരികളുണ്ട്. പിന്നെ കുട്ടികളെന്ന് വെച്ചാൽ കുട്ടികൾ ഒരു കോളേജിലേക്ക് വരുമ്പോൾ ചില ഭാഗങ്ങൾ ഹൈഡ് ചെയ്യേണ്ടി വരും. അവരൊരു കോളേജ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മളൊക്കെ ആസ്വദിച്ച് വന്ന ആളുകളല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് അവിടെയുണ്ട്. അപ്പോൾ ഇനി ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരെ സപ്പോർട്ട് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ജാസി ഗിഫ്റ്റിന് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. അത് പേഴ്സണൽ ഒരു കലാകാരനെ ഫീൽ ആവുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഇതൊരു വലിയൊരു സംഭവമാക്കിയിട്ട് ഒരു വിഷയമാക്കിയിട്ട് കൊണ്ടുപോകല്ലേ. കാരണം അത് വീണ്ടും ഓരോരുത്തർ പറയുമ്പോൾ ആൾ വീണ്ടും അപമാനിക്കപ്പെടാമെന്നൊരു തോന്നൽ എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഫുൾ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ട്, ജാസി ഗിഫ്റ്റിനുണ്ട്. പക്ഷെ നമ്മൾ രണ്ട് ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നു, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളുള്ള പോലെ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.